കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി, കുംഭമാസം 1-ാം തീയതി. അന്നാണ് ഏകാദശി, വിജയ ഏകാദശി. അതുകൂടാതെ കുംഭമാസം 1-ാം തീയതി മറ്റൊരു പ്രത്യേക സമയം കൂടി അന്ന് വരുന്നുണ്ട്. അന്നാണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? അതായത് അന്ന് സ്വർഗത്തിലെ വാതിൽ തുറക്കുമെന്നും അന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സമയത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യമുണ്ടാകുമെന്നും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം അവർക്ക് ധാരാളമായി ലഭിക്കുമെന്നും സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികപരവുമായിട്ടുള്ള അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുമാണ് വിശ്വാസം. പ്രത്യേകിച്ച് അന്ന് ഏകാദശി കൂടി വന്നിരിക്കുന്നു, വിജയ ഏകാദശി. വിജയ ഏകാദശിയുടെ പ്രത്യേകത നമുക്കറിയാം. അതുമാത്രമല്ല, കുംഭം 1, പിന്നീട് ഈ വിഷ്ണുപതി പുണ്യകാലം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. വിഷ്ണുപതി പുണ്യകാലം ഒരു വർഷത്തിൽ 4 തവണയാണ് വരുന്നത്. സൂര്യൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാലം ആചാര്യന്മാർ കണക്കാക്കുന്നത്. അതായത് സൂര്യൻ വൃഷം അല്ലെങ്കിൽ ഇടവരാശിയിലേക്കോ അല്ലെങ്കിൽ കുംഭരാശിയിലേക്കോ വൃശ്ചിക രാശിയിലേക്കോ സിംഹരാശിയിലേക്കോ എപ്പോഴൊക്കെയാണോ മാറുന്നത് ആ കാലം, ആ ഒരു ദിവസം പരിഗണിച്ച് ഈ ഒരു കാലം കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ 13-ാം തീയതി വെളുപ്പിനെ 1:30 മുതൽ അന്ന് പകല് 10:30 വരെയുള്ള 9 മണിക്കൂർ കാലം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഏകാദശിയും കൂടി ആയതിനാൽ, കുംഭം 1-ാം തീയതി ഏകാദശി, ഇതൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. നാരായണ 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 എന്ന് എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തം, സൂര്യോദയം, അസ്തമയം, അതുപോലെ തന്നെ രാഹുകാലം ഇതൊക്കെ ഇടുന്നുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തം കണക്കാക്കാവുന്നതാണ്, മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്കിലും ഒരു 3:30 മണി 4 മണി സമയമൊക്കെ വളരെ വിശേഷപ്പെട്ട സമയമാണ്. ഈ കാലം തുടങ്ങുന്നത് രാത്രി 1:30 മുതൽ അന്ന് പകല് 10:30 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് മഹാവിഷ്ണുവിനെ, ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിനെ നമ്മൾ പ്രദോഷത്തിന് പറയും. എന്താണ് പ്രദോഷത്തിന്? ഏത് രൂപത്തിലാണ് മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടത്? നടരാജ രൂപത്തിലാണ് മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടത് പ്രദോഷകാലത്തിൽ. അതുപോലെ ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിനെ, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ, മഹാലക്ഷ്മി സമേതനായി ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭഗവാന്റെ ആ ഒരു തിരുരൂപം, അതായത് ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് എത്ര തവണ നാരായണ നാമം ജപിക്കാൻ സാധിക്കുന്നുവോ, വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കുന്നുവോ, ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും സമയം ജപിച്ചു കൊള്ളുക. അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത്
ദാനം ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ദാനം ചെയ്യുന്നത്, മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നത്, മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിനും മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങയ്ക്കും വലിയ പ്രാധാന്യം അന്നേ ദിവസം കൽപ്പിച്ചിരിക്കുന്നു. മത്തങ്ങ ദാനം ചെയ്യുന്നത്, മത്തങ്ങ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി ദാനം ചെയ്യുന്നത്, മത്തങ്ങ കൊണ്ടുള്ള വിഭവം കഴിക്കുന്നത്, ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, തുളസിപ്പൂക്കളുടെ കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൂടി ചേർത്ത് ഭഗവാന് അർച്ചന ചെയ്യുന്നതും ശ്രേഷ്ഠമാണ്. തുളസിപ്പൂക്കളില്ലാതെ ഭഗവാന് മറ്റൊരർച്ചനയില്ല. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൂടി ചേർത്ത് അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് കണക്കാക്കുന്നു. മത്തങ്ങ കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം, മത്തങ്ങ കൊണ്ട് ലഡു ഉണ്ടാക്കാം, മത്തങ്ങ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പച്ച മത്തങ്ങയായാലും ആർക്കെങ്കിലും ദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിച്ച ആ ഒരു ദിവസം മറ്റൊരു പ്രാധാന്യം കൂടി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതായത് പാലാഴി മഥന കാലത്ത് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയുകയാണ്. ആ സമയത്ത് പാലാഴിയിൽ നിന്ന് ധാരാളം വിശേഷപ്പെട്ട വസ്തുക്കൾ ഉയർന്നു വന്നു എന്ന് വിശ്വസിക്കുന്നു. അമൃതകുംഭം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അമൃത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും പാലാഴി മഥനം നടന്നത്. ആ സമയത്താണ് കൂർമ്മ അവതാരം ഒക്കെ ഉണ്ടാകുന്നത് ഭഗവാന്റെ. ഈ കുംഭം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിച്ച ആ ദിവസമാണ് പാലാഴിയിൽ നിന്ന് അമൃതകുംഭം ഉയർന്നു വന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ പ്രാർത്ഥന വളരെ വളരെ വിശേഷപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം പുരുഷ സൂക്തം ജപിച്ചുകൊണ്ടുള്ള അർച്ചന ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന് ത്രിമധുരം നേദിക്കുന്നത്, അന്നേ ദിവസം ത്രിമധുരം നേദിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. മഹാലക്ഷ്മിക്ക് നെയ്ദീപം തെളിയിച്ചു പ്രാർത്ഥിക്കുന്നതും, ഗരുഡാരൂഢനായ മഹാലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ ആ രീതിയിൽ ചിന്തിച്ചു പ്രാർത്ഥിക്കുന്നതും, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ വളരെ വിശേഷമായി കണക്കാക്കുന്നു. യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പരമാവധി സമയം നാമം ജപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഏകാദശി കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ഒരു ദിവസം ഇങ്ങനെ കൂടി ഒരു പ്രാധാന്യം വന്നതുകൊണ്ട് ആ ദിവസത്തെ പ്രാധാന്യം ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും കൈവരിക്കുന്നതിനായിട്ട് സാധിക്കും. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അപാരമായ കാരുണ്യം ലഭിക്കുന്നതിനും സാധിക്കും. പുരുഷ സൂക്ത മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചനകൾ കഴിപ്പിക്കുന്നത്, ഭഗവാന്റെ പേരിൽ അർച്ചനകൾ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരിൽ അർച്ചന കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മഹാവിഷ്ണു തിരുവോണം എന്ന പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ പ്രദോഷകാലത്തിൽ മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് അർച്ചന കഴിപ്പിക്കുന്നത് പോലെ ഈ ദിവസം വിഷ്ണു തിരുവോണം അല്ലെങ്കിൽ മഹാവിഷ്ണു തിരുവോണം എന്ന പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കുടുംബത്തിലെ ഐശ്വര്യത്തിന് അത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് ഐശ്വര്യം വർദ്ധിക്കുകയാണ്. ഭഗവാന് പ്രത്യേകിച്ച് ഐശ്വര്യമൊന്നും വർദ്ധിക്കേണ്ട കാര്യമില്ല. എങ്കിലും പൂജകളും മന്ത്രങ്ങളും എല്ലാം തന്നെ ആ ഒരു ചൈതന്യത്തിന്, ആ ഒരു വിഗ്രഹത്തിന് കൂടുതൽ
ചൈതന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാന് പ്രത്യേകിച്ച് ഒരു ചൈതന്യവും ആരും വർദ്ധിപ്പിക്കേണ്ടതായിട്ടില്ല. എങ്കിലും ദേശത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദേശത്തിലെ ദേവതയെ പൂജിക്കേണ്ടതായിട്ടുണ്ട്, ദേശത്തിൻ്റെ ദേവതയെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ ഭാരത രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് തന്നെ ദേവതകളെ ഉണർത്തേണ്ടതായിട്ടുണ്ട്, അവരുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് അർച്ചന ചെയ്യുന്നത് മൊത്തത്തിൽ ഐശ്വര്യം നൽകുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും പേരിൽ അർച്ചന ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാന്റെ പേരിൽ അർച്ചന ചെയ്താൽ മതി. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഫലം ലഭിക്കും. അല്ല, നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരും നാളും പറഞ്ഞ് അർച്ചന ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ കൂടി ഒന്നോർത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് ഭഗവാനുമെന്ന് നിങ്ങളുടെ ആ ഒരു സങ്കല്പം അത് വളരുകയാണ് അതിലൂടെ. അല്ലാതെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമല്ല എൻ്റേത്, അവിടെ ഭഗവാനും കൂടിയുണ്ട് എന്ന് വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട് എന്ന് വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പേരിൽ കൂടി ഒരു അർച്ചന ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാനില്ല. ആ ദേവതയ്ക്ക് ശക്തി വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസമായ ഫെബ്രുവരി 3-ാം തീയതി വിഷ്ണുപതി പുണ്യകാലം വരുന്ന കുംഭമാസം 1-ാം തീയതി മഹാവിഷ്ണു തിരുവോണം എന്ന പേരിൽ ഒരു അർച്ചന കൂടി കഴിച്ചുകൊള്ളുക. നാരായണ നാമം പരമാവധി സമയം ജപിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് 1:30 മുതൽ 10 മണി, രാവിലെ 10 മണി 30 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാലം, അത്രയും സമയം ജപിച്ചുകൊള്ളുക. ഏകാദശി ആയതുകൊണ്ട് നമ്മൾ മുഴുവൻ സമയവും ജപിക്കും. എങ്കിലും ഈ ഒരു സമയം പ്രത്യേകം ഒന്ന് കണക്കാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗരുഡാരൂഢനായ മഹാലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.